സംസ്ഥാനത്ത് ചൂടിനെ നേരിടാൻ കർമ്മ പദ്ധതിയുമായി സർക്കാർ. ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 2 ദിവസം കൂടി ചൂട് ഇതേ രീതിയിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതിനിടെ സംസ്ഥാനത്തെ അൾട്രാ വയലറ്റ് സൂചികയും ഉയർന്ന നിലയിലാണ്. മൂന്നാർ ഉൾപ്പെടെ 4 സ്റ്റേഷനുകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം ബുധനാഴ്ചയോടെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും സംസ്ഥാനത്ത് ചൂടിന് ശമനമില്ല. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ തുടരുകയാണ്. ചൂടിനൊപ്പം അൾട്രാ വയലറ്റ് സൂചികയും ഉയരുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സ്റ്റേഷനുകളിൽ UV ഇൻഡെക്സ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അൾട്രാ വയലറ്റ് സൂചിക ഉയരുന്നത് സൂര്യാതപത്തിനുൾപ്പെടെ കാരണമാകുന്നതിനാൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ കൈക്കൊണ്ടു. പൊതുവിടങ്ങളിൽ തണ്ണീർപ്പന്തൽ ഉറപ്പാക്കണമെന്നും അങ്കണവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ട്രാഫിക് സിഗ്നലുകളുടെ സമയം കുറയ്ക്കുന്നതും പരിഗണനയിലാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കണമെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുവിടങ്ങളിൽ വെള്ളം ഉറപ്പാക്കണം. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ വാട്ടർ അതോറിറ്റി അടിയന്തരമായി ഇടപെടണമെന്നും യോഗത്തിൽ തീരുമാനമായി. ആരോഗ്യവകുപ്പിന്റെ മുൻകരുതലുകളെല്ലാം പാലിച്ച് ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. അതിനിടെ ചൂടിനാശ്വാസമായി ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയെത്തിയേക്കും. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് 29-ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.